അയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞിട്ടും കൂടിയില്ല. അയാൾ വീട്ടിലെത്തിയപ്പോൾ ഇതൊക്കെ നോക്കുമ്പോഴാണ് അയാൾ അറിയുന്നത്. ഉള്ള കാര്യം പറയാലോ മക്കളെ, ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ പയ്യന്നൂരിൽ നിന്ന് വരികയാണ്. ആ നിമിഷത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിയുള്ള സീറ്റിൽ വരെ ഇരിക്കുക പേടിയാന്ന് നടത്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഓരോ ആൾക്കാരും ഈ ഒരു സംഭവം കണ്ടതിൽ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ എവിടെയൊക്കെയാണ് ഇവർ ക്യാമറ വെച്ചിട്ടുണ്ടാകുക, എവിടെയാണ് ഇവർ ക്യാമറ തൂക്കിയിരിക്കുന്നുണ്ടാകുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഴിവുമില്ല. സോഷ്യൽ മീഡിയയിൽ എങ്ങനെയെങ്കിലും റീച്ചാകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഓരോരോ അഭ്യാസങ്ങളാണിത്. ആ അഭ്യാസങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ഒരുപാട് നാളുകളായിട്ട് തുടങ്ങിയ സംഭവം തന്നെയാണ്. ഇതിനു മുന്നേയും ഒരുപാട് പേരുടെ ജീവൻ പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ചർച്ചാ വിഷയമാക്കിയിട്ടില്ല. അപ്പോഴെല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സവാദില്ലേ, സവാദിനെ നിങ്ങൾ പിന്തുണക്കുമോ, ഗോവിന്ദസ്വാമിയെ നിങ്ങൾ പിന്തുണക്കുമോ, മറ്റവനെ പിന്തുണക്കുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അതായത് ഏതോ ഒരു സവാദി എന്ന് പറയുന്നവൻ എന്തോ തിണ്ടിത്തരം കാണിച്ചു എന്ന് കരുതി എല്ലാവരും ഒരുപോലെയാണെന്ന് കരുതരുത്. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അയാൾ അറിഞ്ഞിട്ടില്ല സംഭവം. അയാൾ ഇങ്ങനെ ഒരു സംഭവമില്ല. അയാൾ ഈ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ മുട്ടാൻ വരുമ്പോഴേ അയാൾ ദൂരെ ദൂരെ പോകുന്നതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ കഴിയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് അയാൾ കുറച്ച് അങ്ങനെ ദൂരെ ദൂരെ പോവുകയാണ്. ഒരിക്കലും അയാൾ കയറിയിട്ട് ഇങ്ങോട്ടിങ്ങോട്ടല്ല വരുന്നത്. പക്ഷെ ഇവരെന്തോ ലക്ഷ്യമുള്ളത് പോലെ ഇവർ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഫോട്ടോ പിടിക്കാൻ വേണ്ടിയിട്ട് വൈറലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് പോലെയാണ് ഈ ഫോട്ടോയിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇവര് വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ആരും പ്രതികരിക്കാൻ പോകുന്നില്ല. നാളെ മുതൽ എന്ന് പറഞ്ഞാൽ ഇയാളെ ഏറെ കയറിയിട്ട് 2 ദിവസം കഴിഞ്ഞാൽ ഇയാളങ്ങ് പോവുകയും ചെയ്യും. എനിക്ക് ഇച്ചിരി ഡോളറുകൾ കിട്ടുകയും ചെയ്തു, എൻ്റെ പേജ് ഒന്ന് റീച്ചായി കിട്ടുകയും ചെയ്യും. ഇത് തന്നെയാണ് ഇവരെ പോലെയുള്ള ആൾക്കാർ ചിന്തിക്കുന്നത്. ഇവർ മാത്രമല്ല, ഇതുപോലെ ക്യാമറയും തൂക്കി ഇറങ്ങുന്ന പല ടീമുകളും ഉണ്ട്. അവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതവൻ്റെ ജീവൻ കളഞ്ഞിട്ടായാലും വേണ്ടിയില്ല, കുറച്ച് ഡോളറുകൾ നമുക്ക് ഇങ്ങ് കിട്ടണം എന്ന് മാത്രമാണ്. അല്ലാതെ വേറെ ഒന്നുമില്ല. ഒരു സീറ്റിൽ പോലും ഇന്ന് ഇരിക്കാൻ പേടിയാണ്. അഥവാ ഉറക്കങ്ങാറ്റം തൂക്കിയിട്ട് നമ്മൾ വല്ലതും ഇങ്ങനെ വീണ് പോയാൽ കഴിഞ്ഞ കാര്യം. നമ്മൾ ചിലപ്പോൾ വീട്ടിലെത്തുമ്പോണ്ടാവും ഇതിങ്ങനെ വൈറലായിട്ട് ഓടുന്നത്. ഇന്ന് ഇവനാണെങ്കിൽ ഇന്ന് ഈ ഗതിയാണെങ്കിലും നാളെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ ഗതി വരാം. അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഒരു ബസ്സിൽ പോലും നമുക്ക് കയറാൻ കഴിയില്ല. കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ മുൻവശത്തൂടെ മാത്രം കയറി മുൻവശത്തൂടെ ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇന്ന് പല ബസ്സുകളിലും എന്ന് പറഞ്ഞാൽ മുൻവശത്തെ വാതിൽ ഓപ്പൺ ചെയ്യാറേ ഇല്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ തിക്കിലും തിരക്കിലും പെട്ടിട്ട് ചില ആൾക്കാർ പുറകിലൂടെ കയറിയിട്ട് അങ്ങനെ തിരക്കി കൂട്ടിക്കൊണ്ട് മുന്നിലേക്ക് വരാറുണ്ട്. ഇവരൊക്കെ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാ ക്യാമറ വെച്ചിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റൂല. ഇന്നത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് പേനയിൽ ക്യാമറ വെക്കാം, അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടയിൽ ക്യാമറ വെക്കാം, അങ്ങനെ പല സ്ഥലങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ വെക്കാൻ കഴിയും. അതുകൊണ്ട് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ ഇങ്ങോട്ട് വന്ന് മുട്ടിയിട്ട് ഇതാണ് മുട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നാളെ ചിലപ്പോൾ ഇവർ സോഷ്യൽ മീഡിയയിലിടും. ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസാക്കുകയോ അല്ലെങ്കിൽ വേറെയൊന്നോ ഇതൊന്നുമല്ല. ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റീച്ച് ആക്കുകയാണ്. അതായത് കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീ ആണെങ്കിൽ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ പ്രതികരിക്കും. അവർക്ക് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്രതികരിക്കും. കാരണം പണ്ടൊരിക്കലും എന്ന് പറഞ്ഞാൽ നമ്മുടെ സുരഭി ലക്ഷ്മി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഒരു നടനുമായിട്ട് കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്നത്. അപ്പൊ അവര് ഈ നടന് ഭയങ്കരമായിട്ട് അവർക്ക് ഭയം, അയാൾ പുതിയൊരാളാണ്, സുരഭി എങ്ങനെ കെട്ടിപ്പിടിക്കും. അപ്പൊ സുരഭി പറഞ്ഞൊരു കാര്യമുണ്ട്, നീ അഭിനയിക്കുന്നതാണെങ്കിൽ എനിക്ക് മനസ്സിലാകും, അല്ല നീ വേറെ ഏതെങ്കിലും ഉദ്ദേശത്തിലാണെങ്കിൽ അതും എനിക്ക് മനസ്സിലാകും. അതാണ് ഒരു സ്ത്രീ എന്ന് പറയുന്നത്. അവരെ എങ്ങനെ തൊട്ടുരുമി അല്ലെങ്കിൽ എങ്ങനെ തട്ടി എന്നൊക്കെ ചില ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ വീഡിയോ പിടിക്കാനല്ല നിൽക്കുക, അവരൊക്കെ എന്ന് പറഞ്ഞാൽ പ്രതികരിക്കാനാണ് നിൽക്കുക. പക്ഷെ ഇവര് ഇതൊരു കൃഷിയാക്കി എടുത്തിരിക്കുകയാണ്. ഇപ്പൊ എവിടെ നോക്കിക്കഴിഞ്ഞാൽ വീഡിയോ അല്ലേ, എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇതിന്റെ പുറകെ ഓടുന്ന കുറെ ആൾക്കാർ ഒരു ദിവസം കൊണ്ട് റീച്ച് ഉണ്ടാക്കുന്നത്. പക്ഷെ ആ ചെറുപ്പക്കാരന് താങ്ങാൻ കഴിഞ്ഞില്ല, അയാൾക്കത് കഴിയില്ല. അയാൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അച്ഛനും അമ്മയുണ്ട്, അയാൾ അന്തസ്സും ആഭിജാത്യമുള്ള കുടുംബത്തിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഈ ഒരു സോഷ്യൽ മീഡിയയുടെ കപട ലോകം മനസ്സിലാക്കാൻ കഴിയാതെ പോയി. അയാൾ എല്ലാവരും പറയുന്നത് എന്താ, അയാൾ എന്തിനു ഇത് ചെയ്തു, അയാൾ ചെയ്തില്ലെങ്കിൽ എന്താ പിന്നെ അയാൾ ചെയ്യേണ്ടത്. അയാളെ ചിലപ്പോൾ നാളെ അയാളെ തേടി പോലീസ് വരാം, അയാളെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യാം. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. ഇങ്ങനെ പലരുടെയും ജീവിതം ഇപ്പോഴും നശിക്കാൻ പോവുകയാണ്. അതായത് എല്ലാവരും നാളെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരക്കായി ഈ ഒരു സംഭവം തന്നെയായിരിക്കും. പരക്കെ എല്ലാവരും ക്യാമറയും വെച്ചിറങ്ങും. കാരണം എന്താ, എല്ലാവർക്കും വേണ്ടതെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ റീച്ച് മാത്രമാണ്. അവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞ റീച്ചാണ്, വേറെ ഒന്നും അവർക്ക് വേണ്ട. ഇതിൻ്റെ അകത്തൂടെ കിട്ടുന്ന ഡോളറുകൾ അതിന് കാത്തിരിക്കുന്ന കുറേ എണ്ണം കുടുംബത്തിലും ഉണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ആ ഡോളറുകൾ കാത്ത് നിന്ന് അതിനെ കൊണ്ട് തിന്നുന്ന കുറേ എണ്ണം ഇവരുടെ കുടുംബത്തിലും ഉണ്ട്. അത് തന്നെയാണ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഏതോ സ്ഥാനാർത്ഥിയാണെന്നാ പറയുന്നത്. ഇവർക്ക് ഇത്രയും ഗതികെട്ടവരാണോ ഇവരെയൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട്
കൃത്യമായിട്ട് ഈ സ്ത്രീ അറസ്റ്റിലാണ്. ഈ സ്ത്രീ ഒന്നും ചെയ്യാനും കഴിയില്ല. കാരണം അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എണ്ണം തലപൊക്കി വരും. ഞാൻ പറഞ്ഞല്ലോ, അമ്മേനെ തല്ലിയാലും രണ്ടിൻ്റെ ആൾക്കാർ എന്ന് പറഞ്ഞ പോലെ ഈ സ്ത്രീയുടെ ഭാഗത്തും കുറേ നശൂലങ്ങൾ ഉണ്ട്. ഇവറ്റകളെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ തിരിച്ചറിയേണ്ടത്. ഏതായാലും ഇപ്പോഴും പോലീസ് കേസെടുക്കും, 2 ദിവസം ഉണ്ട തിന്നാം എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ആ ചെറുപ്പക്കാരൻ്റെ മൃതദേഹം കൊണ്ട് ഇവരെ വീട്ടിലേക്ക് പോകേണ്ടത്. ഇവരെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ തിന്നോളാൻ പറയണം അവരോട്. അതാണ് വേണ്ടത്. അത്രമാത്രം വൃത്തികെട്ട ഒരു സ്ത്രീ ഏതാണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. എന്നിട്ടും വന്ന് ന്യായീകരിക്കുകയാണ്. യാതൊരു ഉളുപ്പുമില്ലാതെയാണ് ന്യായീകരിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബസ്സിൽ കയറുന്നവരൊക്കെ വളരെ സൂക്ഷിച്ചോ. കാരണം എന്താ വെച്ചാൽ പണ്ടത്തെ കാലമല്ല ഇവറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. 1 2 ഒന്നുമല്ല. ഈ സ്ത്രീ എന്ന് പറഞ്ഞ ഒരു ഉദാഹരണം മാത്രമാണ്. പലരും മിണ്ടാതിരിക്കുകയാണ്, പലരും ഭയന്നിട്ട് മിണ്ടാതിരിക്കുകയാണ്. ചില ആൾക്കാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയന്ന് എണീച്ചോടുകയാണ് ഇന്ന്. അതാണ് നിങ്ങൾ മനസ്സിലാക്കി. ഇന്ന് ബസ്സിൽ ആരും ഇല്ല, അങ്ങോട്ട് പോകുന്നില്ല, മുന്നിലേക്ക് ഒരാൾ പോലും പോകുന്നില്ല. പുറകിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി ഒളിക്കുന്ന ഒരു രംഗമാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. എങ്ങനെ ഇവരെ തിരിച്ചറിയാൻ കഴിയും? ഇതുപോലെയുള്ള കുറേ എണ്ണം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാടെണ്ണമുണ്ട്. ഇവരുടെയൊക്കെ ലക്ഷ്യം സോഷ്യൽ മീഡിയ റീച്ച് മാത്രമാണ്, വേറെ ഒന്നുമല്ല. അല്ലാതെ കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ 4 ആൾ അറിയിക്കുകയോ ഇനി അതാണ് ഇവരുടെ ലക്ഷ്യമെങ്കിൽ ഇവർ ആ നിമിഷം തന്നെ പ്രതികരിക്കും. അത് വേണ്ട, അങ്ങനെ പ്രതികരിക്കത്തുമില്ല. ഈ സ്ത്രീയുടെ ആ നിൽപ്പ് കണ്ടാൽ അറിയാം അയാൾ ഇത് അറിഞ്ഞിട്ടില്ല. അയാളെ മുട്ടാൻ പോകുമ്പോഴേ അയാളാണെങ്കിൽ അങ്ങ് മുന്നോട്ട് നീങ്ങി പോവുകയാണ്. ഈ സ്ത്രീയാണ് പിന്നെയും പോയിട്ട് അവരെ മുട്ടുന്നത്. നമുക്ക് കണ്ടാൽ അറിയാം. മനസ്സിലാക്കണം നിങ്ങൾ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്കുള്ള എല്ലാ ഇതും വെച്ചിട്ട് തന്നെയാണ് ഇവരിങ്ങനെ കളിക്കുന്നത്. അതാണ് ഏറ്റവും വലിയൊരു എന്താ പറയണ്ടേ അബദ്ധവും എന്നാണ് എനിക്ക് പറയുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞരമ്പന്മാർ ഇല്ല എന്നൊന്നും പറയുന്നില്ല. ഇഷ്ടംപോലെ ഞരമ്പന്മാർ ബസ്സിൽ ഉണ്ടാകും. സ്ഥിരമായിട്ട് ഞരമ്പ് രോഗികൾ ബസ് കയറാറുമുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ആ നിമിഷം പൊട്ടിച്ച് കൊടുക്കാറുമുണ്ട്. പക്ഷെ ഇതല്ല ചെയ്തത്. ഇവർ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അയാളുടെ കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും സകല ആൾക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ചെറുപ്പക്കാരൻ അങ്ങനെയുള്ള ഒരാളല്ല, അങ്ങനെ ഒരു മനുഷ്യനല്ല ഇയാൾ എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ഏതായാലും ആ ചെറുപ്പക്കാരന് നീതി കിട്ടി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അയാൾ മരിച്ചിട്ടാണെങ്കിലും അയാൾ എല്ലാവർക്കും വേണ്ടിയാണ് അയാൾ സംസാരിച്ചത്. ഇപ്പോഴും ഇതുപോലെ അനുഭവിക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു രക്തസാക്ഷി തന്നെയാണ് ഇന്നലെ ആ ഒരു മരിച്ച ആ ഒരു ചെറുപ്പക്കാരനെ പറയാനുള്ളൂ. അയാൾ അതുപോലെ എന്താ പറയണ്ടത് മറ്റുള്ളവർക്ക് നീതിക്ക് വേണ്ടിയിട്ടാണ് അയാൾ പോരാടിയത്. ഇനി ഇതുണ്ടാകാൻ പാടില്ല. ഇമാതിരിയുള്ള ടീമുകളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യോടുകൂടി തന്നെ പിടികൂടണം. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ മനസ്സിലെന്ന് പറഞ്ഞാൽ മലിനമാണ്. എങ്ങനെയെങ്കിലും എന്ത് കൂറക്കളി കളിച്ചിട്ടായാലും ശരി ഇവർക്ക് വൈറലാകണം, ആ പൈസ കിട്ടണം, അത് തന്നെയാണ് ലക്ഷ്യം. അതുകൊണ്ട് ഇവരെന്തും ചെയ്യും. ചിലപ്പോൾ നാളെ ഒരുത്തരം ഫോൺ ചെയ്തിട്ട് ഹണി ട്രാപ്പ് പെടുത്തും, ചിലപ്പോൾ നാളെ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് ഇവർ ട്രാപ്പിൽ പെടുത്തും. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ത്രീകളെ വളരെയധികം സൂക്ഷിച്ചോ. കാരണം ഇവരുടെ നാട്ടുകാരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വലിയൊരു അബദ്ധം തന്നെയാണ് ചെയ്തത്. ഈ സ്ത്രീയെ ജയിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർ സ്ഥാനാർത്ഥിയാണ് പോലും, വാർഡ് മെമ്പറാണ് പോലും. ഈ സ്ത്രീയോ ഇവർക്കാണ് അന്ന് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ആ നിമിഷം പ്രതികരിക്കാതെ ഇവർ റീച്ചിന് വേണ്ടിയിട്ട് എല്ലാ സോഷ്യൽ മീഡിയയിലും കൊടുത്തിരിക്കുകയാണ്. ഏതായാലും ഇന്ന് ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീട്ടുകാർ വരെ അവിടുന്ന് നാടുവിട്ട് പോകേണ്ട ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. അതായത് ഈ സ്ത്രീയെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഇപ്പോഴും ഭർത്താവിൽ അടിച്ച് ഓടിച്ചിട്ടുണ്ടാവുകയാണെന്ന്. അതാണ് ഉണ്ടാവുക. അല്ലാതെ ഇനി ഇനൊന്നും ഒരു ജീവിതമൊന്നും ഉണ്ട് തോന്നില്ല. അത്രയും ശാപമായിട്ടുള്ള വാക്കുകളാണ് മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വെറുക്കപ്പെട്ട ഒരു നശൂലം വേറില്ല എന്ന് ഞാൻ പറയുള്ളൂ. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, ഈ സ്ത്രീയെ ഉണ്ട തീറ്റിക്കണം. അതായത് ഇനി 2 ദിവസമെങ്കിലും ഈ സ്ത്രീയെ ജയിലിലിടണം. പക്ഷെ ഇതിനെതിരെ പ്രതികരിക്കാൻ ഒരാളെ പോലും കാണുന്നില്ല. ഇവിടെയുള്ള പല ഫെമിനിസ്റ്റുകളും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തിനാണ് ഈ ലിംഗവിവേചനം, എല്ലാവർക്കും തുല്യനീതിയല്ലേ വേണ്ടത് എന്ന്. ഇതെവിടെയാണ് തുല്യനീതി? ഇവന്മാർ എന്താണ് ചെയ്തിരിക്കുന്നത്? അങ്ങോട്ട് പോയിട്ട് മുട്ടിയിട്ട് ഇനിയിപ്പോ എവിടെയും നടക്കായത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നാളെ ഇറങ്ങുമ്പോൾ നാളെ ഓരോ ആൾക്കാരും വളരെയധികം സൂക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഓഫീസിൽ എത്തുമ്പോഴേക്കും നിങ്ങളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടാകും. ഇതിപ്പോൾ ഒരു പുതിയ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടിയിട്ട് യോജിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല റീച്ചാണെന്ന് ഇവർക്ക് മനസ്സിലായിരിക്കുന്നത്. കഴുകൻ കണ്ണുകളുമായിട്ട് ഇതിനെതിരെ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ തന്നെ രംഗത്ത് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓരോന്നിൻ്റെ കോലം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ആ ബോഡി ഷെയ്മിങ് തന്നെയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത്രേ പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. തീർന്നില്ല, തീർക്കാനോ ഉദ്ദേശമില്ല. നന്ദി, നമസ്കാരം.